എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഈസ്റ്റ് ഡയറക്ഷനെ കുറിച്ചാണ്. ഈസ്റ്റ് ഡയറക്ഷനിൽ എന്തെല്ലാം വരാം, എൻട്രൻസ്, ഈസ്റ്റിൻ്റെ കളർ ഏതൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ അകത്തെ ഏതൊക്കെ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷേപ്പ്, അവിടെ ഏതെല്ലാം ഷേപ്പുള്ള സാധനങ്ങൾ വരാം, അതുപോലെ തന്നെ ഈസ്റ്റിനെ സംബന്ധിച്ച് അവിടെ വരാൻ പറ്റാവുന്നതും വരാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ, കളറുകൾ എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ കാണുന്നവർ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ഇടണം നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് എവിടെയാണെന്നും നിങ്ങളുടെ വീടിൻ്റെ ഈസ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്നും. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ ഉള്ളൂ എനിക്കിനി അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. അപ്പോൾ പ്ലീസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വരെ കാണുക. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന്റെ ഡയറക്ഷനാണെന്ന്. അപ്പോൾ സൂര്യഭഗവാൻ നമുക്ക് എനർജിയും ഹെൽത്തും പ്രോസ്പെറിറ്റിയും ഗുഡ് സോഷ്യൽ കണക്ഷൻ എല്ലാം തരുന്നതാണ് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ്റെ ദേവൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രദേവനും അവിടുത്തെ പ്ലാനറ്റ് എന്ന് പറയുന്നത് സൂര്യനുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വരാമെന്ന് നോക്കാം. ഇപ്പോൾ ഈസ്റ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാകാം, യെല്ലോയിഷ് ആകാം, യെല്ലോയിഷ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, ലൈറ്റ് കളർ, ലൈറ്റ് ഗ്രീൻ ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള കളറുകളൊക്കെ നിങ്ങൾക്ക് അവിടെ വരാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു കാരണവശാലും റെഡ്, ഡാർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ലൈറ്റ് കളേഴ്സൊക്കെ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളർ, യെല്ലോയിഷ് ഓറഞ്ച് അങ്ങനെയുള്ള കളറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ലൈറ്റ് ഗ്രീൻ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഈ കളറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടുത്തെ ലോഡിങ് എന്ന് പറയുന്നത് 25% ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ഭാരമുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈസ്റ്റിൽ എപ്പോഴും നിങ്ങൾ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈവൻ ഫർണിച്ചർ, നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് ഫർണിച്ചർ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൂടുതൽ ഹെവി ഐറ്റംസ് ഒന്നും വെക്കാതിരിക്കുക. 25% മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈസ്റ്റിൽ എന്തൊക്കെ വരാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈസ്റ്റ് എപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ ഈസ്റ്റ് എപ്പോഴും ഓപ്പണായി വെക്കുക, ക്ലീനായിട്ട് വെക്കുക, നല്ല ബ്രൈറ്റായിട്ട് വെക്കുക. മീൻസ് നല്ല ലൈറ്റ് വരണം. അവിടെ ഒത്തിരി വലിയ മരങ്ങളൊക്കെ വെക്കാതെ നല്ല സൂര്യപ്രകാശം നിങ്ങളുടെ വീട്ടിൽ വരുന്ന വിധത്തിലായിരിക്കണം. പിന്നെ മെയിൻ ഡോർ, ഇത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മെയിൻ ഡോറിൽ നിങ്ങൾക്ക് അതിൻ്റെ സോണൊന്നും അറിയത്തില്ല. അന്നേരം E3 E4 എന്ന് പറയുന്ന ഒരു സോൺ ഉണ്ട് അവിടെ ഈസ്റ്റിൻ്റെ. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പൂജാ റൂമോ മെഡിറ്റേഷൻ സ്പേസോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ